നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ലൈംഗിക അതിക്രമ ആരോപണങ്ങളുമായി നടിമാർ രംഗത്തെത്തിയത് കണ്ടപ്പോൾ അത്ഭുതവും സങ്കടവും തോന്നിയെന്ന് നടി ഷീല. പരാതിയുമായി പോയാലും എന്ത് തെളിവ് കാണിക്കാനാകും? ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ തെളിവിന് വേണ്ടി സെൽഫി എടുക്കാനാകുമോ എന്നാണ് ഷീല ചോദിക്കുന്നത്. പരാതിയുമായി പോലീസിന്റെ അടുത്ത് പോയാലും കോടതിയിൽ പോയാലും എന്താണ് തെളിവ് എന്നാണ് ചോദിക്കുന്നത്. ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ നമ്മൾ ഉടനെ സെൽഫി എടുക്കാനാകുമോ? ഒന്നുകൂടി ഉമ്മ വെക്കൂ, തെളിവിനായി സെൽഫി എടുക്കട്ടെ എന്ന് ചോദിക്കാനാകുമോ? അങ്ങനെയൊന്നും പറയില്ല. പണ്ടൊക്കെ ആരെങ്കിലും ലാൻഡ് ഫോണിലൂടെ വിളിച്ച് വല്ലതും പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് വെക്കാനാകുമോ? എങ്ങനെയാണ് തെളിവ് കാണിക്കുക എന്നാണ് ഷീല ചോദിക്കുന്നത്. WCCയോട് ഒരുപാട് ബഹുമാനമുണ്ടെന്നും ഷീല പറയുന്നു. WCCയോട് ഒരുപാട് ബഹുമാനമുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ അവർ എത്രയാണ് പോരാടുന്നത്. WCCയിൽ ഉള്ള നടികളുടെ കരിയർ തന്നെ പോയി. എന്ത് സുന്ദരികളാണ്, എന്ത് കഴിവുള്ളവരാണ്. അവരുടെ കരിയർ പോയല്ലോ. ഇതിനുവേണ്ടി അവർ എന്തെല്ലാം ചെയ്തു എന്നാണ് ഷീല പറയുന്നത്. കൂടാതെ പവർ ഗ്രൂപ്പ് എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും തനിക്ക് തുല്യ പ്രതിഫലം ലഭിച്ചിട്ടില്ലെന്നും ഷീല വ്യക്തമാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി സാറാമ, കള്ളിച്ചെല്ലമ്മ തുടങ്ങി എന്റെ പേരിലുള്ള സിനിമകൾ വന്നിട്ട് പോലും എനിക്ക് പുരുഷന്മാരെക്കാൾ വേതനം കിട്ടിയിട്ടില്ല. പണം തരില്ല അവർ എന്നാണ് ഷീല പറയുന്നത്. ഇപ്പോഴിതാ നടൻ ദിലീപിനെ കുറിച്ചും ഷീല പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നുണ്ട്. ദിലീപിനൊപ്പം ആദ്യമായി അഭിനയിച്ചപ്പോൾ നടൻ തന്നെ ഗൗനിച്ചില്ലെന്ന് ഷീല പറയുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജിനൊപ്പം എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അവരെല്ലാം വന്ന ഉടനെ ഓടി വന്ന് എന്റെ കൈയൊക്കെ പിടിച്ച് ഷീലാമയെ സന്തോഷം, നിങ്ങളുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദിലീപ് ഒന്നും പറഞ്ഞില്ല. ഞാനാണ് ഷീലയെന്ന് ഞാൻ പറഞ്ഞു. ആ ഷീലാമെ അറിയില്ലേ എന്ന് പറഞ്ഞു വേറെ അഭിനയിക്കാൻ പോയി. അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകത ഒന്നും തോന്നിയില്ല. ബാക്കി 3 പേരും ഡൗൺ ടു എർത്ത് ആണ്. എനിക്ക് ഇനിയൊരു മകൻ ഉണ്ടെങ്കിൽ ജയറാമിനെ പോലെ ആയിരിക്കണമെന്നും ഷീല പറഞ്ഞു. അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.